ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് സിനിമയിലേക്ക് തിരിച്ചെത്തിയ മമ്മൂട്ടിക്ക് വലിയ വരവേൽപ്പാണ് മലയാള സിനിമാ ലോകവും ആരാധകരും നൽകിയത്. ചികിത്സയുടെ ഭാഗമായി വീര്യമേറിയ മരുന്നുകളും കീമോതെറാപ്പിയും അടക്കം ചെയ്യുമ്പോൾ ശാരീരിക ക്ഷീണവും ബുദ്ധിമുട്ടുകളുമെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെയധികം ക്ഷീണിച്ച അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് മാസങ്ങളോളം വിശ്രമിച്ച ശേഷമാണ് സിനിമയിലേക്ക് തിരിച്ചു വന്നതും. ഇപ്പോഴിതാ ചികിത്സ കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്തായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം. ശാരീരിക ക്ഷീണവും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുമെല്ലാം മാറ്റി നിർത്തിയാൽ ഏറ്റവും അധികം അദ്ദേഹത്തെ വലച്ചത് മണം തിരിച്ചറിയാനുള്ള ശേഷി പോയതായിരുന്നു. തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ എത്തിയപ്പോൾ അതേക്കുറിച്ച് തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ്: കാഴ്ചയും കേൾവിയുമാണ് മനുഷ്യന് ഏറ്റവും വലുത്. ചിലർക്ക് മണം കിട്ടാറില്ല. മണം ഇല്ലെങ്കിലും ശ്വാസം വലിക്കാം. കുറേ കാലത്തേക്ക് എനിക്ക് മണം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേശ്ശെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കില്ലാത്തപ്പോഴേ അതിൻ്റെ വില അറിയുകയുള്ളൂ. നമ്മൾ ശബ്ദം കുറച്ചു വയ്ക്കൂ, മിണ്ടാതിരിയട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കുന്നത് കൊണ്ടാണ്. കേൾക്കാത്തവർ ആരും അങ്ങനെ പറയാറില്ല. നമുക്ക് പാട്ട് ഇഷ്ടമാണ്, ചില പാട്ട് ഇഷ്ടമല്ല, ചില ശബ്ദം ഇഷ്ടമല്ല. അതൊക്കെ നമുക്ക് കേൾക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുന്നത്. കേൾക്കാത്തവർക്ക് എന്തെങ്കിലും കേട്ടാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ട്. കേൾവി കുറഞ്ഞു വരും ചിലപ്പോൾ പ്രായം കൂടുന്തോറും. അപ്പോൾ കേൾവി നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അത് ജന്മനാ നഷ്ടപ്പെട്ടു പോയവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യമാണ്. എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം. കേൾക്കാത്ത ഒത്തിരി പേർക്ക് വേണ്ടിയുള്ള എൻ്റെ ശബ്ദം മാക്സിമം പേർക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഈ സായാഹ്നത്തിൽ ഇങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള, നമുക്കെല്ലാം സന്തോഷമുള്ള ഒരു സമയത്ത് ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചവർക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുന്നിലുള്ള ഒരു വലിയ കൂട്ടമുണ്ട്, വലിയ ജനക്കൂട്ടമുണ്ട്, വലിയ സമൂഹമുണ്ട്. ഇതിൻ്റെ പ്രവർത്തികൾ ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നമുക്കുണ്ട്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം നന്മ ചെയ്യുന്നിടത്തോളം ഒരു മനസുഖം നമുക്ക് മറ്റൊന്നിനും കിട്ടില്ല. ചെയ്തു നോക്കിയാലേ അറിയുകയുള്ളൂ. ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായം സ്വീകരിച്ചയാൾ സന്തോഷിച്ചില്ലെങ്കിലും അതൊരു ഗൂഢമായ സന്തോഷമുണ്ടാകും. നമുക്കൊരു ഗൂഢമായ സന്തോഷമുണ്ടാകും. അയാൾ നമ്മളോട് നന്ദി കാണിക്കുക, നന്ദി കാണിക്കാതിരിക്കുക, അത് അയാളുടെ ഇഷ്ടം. പക്ഷേ നന്മ ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും സന്തോഷിക്കാൻ പറ്റും. അത് നന്മ ചെയ്യുമ്പോഴേ മനസ്സിലാകൂ. എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ആഗ്രഹവും അവസരങ്ങളും മനസ്സുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.